ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നുപോയെന്ന പരാതിയുമായി ആര്യാട് സ്വദേശികളായ രമ്യ രാകേഷ് ദമ്പതികൾ രംഗത്തെത്തി. വാക്വം ഡെലിവറിക്കിടെ സംഭവിച്ചതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നവും കുട്ടിക്കില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ലേബർ കോട്ടിലോട്ട് കയറ്റിക്കഴിഞ്ഞ് നമുക്കൊരു സൈക്കോളജി സപ്പോർട്ട് തരണം. ഒരു ഫണ്ടിൽ പ്രഷർ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലേബർ നടക്കും. പക്ഷെ അതിനൊന്നും ഒരു സമയം തന്നിരുന്നില്ല, പെട്ടെന്നായിരുന്നു. കുഞ്ഞിന് ഇപ്പോൾ കൈ നേരെ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ കൈ പൊക്കുകയില്ല, കൈ മടക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പ്രസവ സമയത്ത് ഞാൻ കോപ്പറേറ്റ് ചെയ്തില്ലെന്നാണ് പറഞ്ഞാണ് അവർ പറഞ്ഞിട്ട് കുഞ്ഞിന് കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിയും ഇലക്ട്രിക്കൽ തെറാപ്പിയും ചെയ്തുകൊണ്ടിരിക്കും. വെളുപ്പിന് 3:30 മണിക്ക് കുഞ്ഞിനെ അതിനകത്ത് കയറ്റിയല്ലേ, വൈകുന്നേരം രാത്രിയിൽ 7:45 വരെ കൊച്ചു അതിനകത്ത് ലേബർ റൂമിൽ തന്നെയാണ്. ഡോക്ടർ 2 മണിക്കെങ്കിലും അത് പറ്റുമെങ്കിൽ 2 മണിക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതിയായിരുന്നു. നമ്മളോട് ഇപ്പോൾ ചോദിച്ചിട്ട് 2 മണി 3 മണി അത് കഴിഞ്ഞ് 6:30 കഴിഞ്ഞ് 7 ഇത്രയും സമയപ്പോഴാണ് നടന്നു. അതുവരെ വേദന സഹിച്ച് കൊച്ചിൻ്റെ എല്ലാ ആരോഗ്യ എനർജിയും തീർന്നു. ശരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുഞ്ഞിൻ്റെ കൈക്ക് ഇപ്പോഴും ചലനശേഷി ഇല്ല എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഇവർ പറയുന്നത്? അരുൺകുമാർ, അതായത് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ 1 മാസത്തിനിടെ നമുക്ക് മുൻപിലെത്തുന്ന 3ാമത്തെ പരാതിയാണിത്. ഇത് ആര്യാട് സ്വദേശിയായ രമ്യ ആകേഷ് ദമ്പതികളുടെ കുഞ്ഞിനാണ് ഇത്തരത്തിൽ കൈ തളർന്നിട്ടുള്ളത്. അതായത് കുഞ്ഞിനിപ്പോഴും കൈ കൊക്കാനോ അതല്ലെങ്കിൽ മടക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത നിലയിലാണ്. ആ രീതിയിൽ തളർന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് സംഭവം നടക്കുന്നത്, അതായത് ഒക്ടോബർ 2-ാം തീയതിയായിരുന്നു രമ്യയുടെ പ്രസവം നടന്നിട്ടുണ്ടായിരുന്നത്. കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു പ്രസവവും ഒപ്പം ഗർഭസ്ഥ ചികിത്സ ഉൾപ്പെടെ പുഷ്പ തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രസവത്തിന് മുൻപ് പലതവണ 9 മാസ കാലയളവിൽ പലതവണ സ്കാനിംഗ് നടത്തിയതാണ്. ഈ സ്കാനിങ്ങിലൊന്നും തന്നെ യാതൊരു കുഴപ്പവും കുട്ടിക്കുണ്ടായിരുന്നില്ല, കൈക്കൊന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാക്വം ഡെലിവറിയിലൂടെയാണ് പ്രസവം നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പ്രസവത്തിന് ശേഷം ഡോക്ടർ തന്നെയാണ്, അതായത് കുഞ്ഞിന്റെ വലത് കൈ തളർന്ന നിലയിലാണെന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. ശേഷം അന്വേഷിച്ച സമയത്താണ് വാക്വം ഡെലിവറിയിലൂടെ ഉണ്ടായതാണെന്ന് ഡോക്ടർ ഇവരോട് പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ പ്രസവ സമയത്ത് രമ്യ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല, അതുൾപ്പെടെ പ്രശ്നമായി എന്നുള്ളതായിരുന്നു രമ്യയെ കുറ്റപ്പെടുത്തി ഡോക്ടർ ആ നിമിഷം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 മാസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ആ കൈ സാധാരണ നിലയിൽ 2 മാസത്തിനകം ആകും എന്നും ആ നിമിഷം ഡോക്ടർ ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 2 മാസത്തിലധികമായി ഇതുവരെ കുഞ്ഞിന്റെ കയ്യിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഒപ്പം ആലപ്പുഴ SP-ക്കും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പുഷ്പ കൃത്യമായി ഈ പ്രസവ സമയത്ത് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയില്ല, അതിവേഗം അതല്ലെങ്കിൽ ഒരു ധൃതിയോടുകൂടിയാണ് ആ പ്രസവം നടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുഷ്പയ്ക്കെതിരെ ഇപ്പോൾ എന്തായാലും കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെയും സമാനമായി, അതായത് വാക്വം ഡെലിവറിയുടെ മറ്റൊരു കുഞ്ഞിനും ഇത്തരത്തിൽ കൈയിട്ട് ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. അതും ആലപ്പുഴ സ്വദേശികളാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്വദേശിയായ വിഷ്ണു അശ്വതി ദമ്പതികളുടെ കുഞ്ഞിനും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരും നമുക്ക് അവരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. അവരും ഇതേ സമാന പ്രശ്നം തന്നെയാണ് പറഞ്ഞത്. അതായത് ഡോക്ടർ ഈ രീതിയിൽ വാക്വം ഡെലിവറി നടത്തിയ ശേഷം കുഞ്ഞിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 1 വർഷത്തിലധികമായി ഇതുവരെ ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അവരിപ്പോൾ കോയമ്പത്തൂരിലാണ് ചികിത്സ നടത്തുന്നത്. ഈ സാധാരണക്കാരാണ് ജനറൽ ആശുപത്രി അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലൊക്കെ തന്നെ ഈ ഒരു ചികിത്സയ്ക്കായി പോകുന്നത്. പക്ഷേ ആ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം വലിയ ബാധ്യതയാകുന്നു. കോയമ്പത്തൂരിലേക്ക് പോയി ചികിത്സിക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പ്രയാസമുള്ളതാണ്. ആ രീതിയിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ രമ്യ അകേഷ് ദമ്പതികളിൽ അകേഷ് എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോ ഓടിച്ചുള്ള വരുമാനമാണ്. ഇപ്പോൾ ദിവസവും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി, ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി നടത്തേണ്ട അവസ്ഥയാണ്. ആ രീതിയിൽ വലിയ ചിലവ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. അത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇവരെന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്. പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി കൂടി വരുന്നു എന്നുള്ളതാണ്. കടപ്പുറത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്.